Hello friends, welcome back to another vlog. This is here in this Jombedo. ഇന്നത്തെ വീഡിയോയിലേക്ക് കാണിക്കാൻ പോകുന്നത് എൻ്റെ നാട്ടിലെ കുറച്ച് വില്ലേജ് ഷോർട്സ് കാണിക്കാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വില്ലേജ് നമ്മുടെ കേരളത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ചുകൂടി ഒരു വളരെയധികം വില്ലേജ് പഴയ കാലത്തെ ഒരു വില്ലേജ് സെറ്റപ്പ് തോന്നിപ്പിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അത് കാണിച്ചു തരാം. കാരണം ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ചെറിയ ചെറിയ ടൗണുകളെ പോലെ ആയിക്കഴിഞ്ഞു. ഒരു വില്ലേജ് തോന്നിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ വളരെ പാടാണ്. എസ്പെഷ്യലി ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫുൾ ഏരിയയിലൊക്കെ ഉണ്ടാവും. കൂടുതലും ഇപ്പോൾ നമ്മൾ കുറേ കൺജസ്റ്റഡ് ആയിട്ട് താമസിക്കുന്ന ഒരു സെറ്റപ്പാണ് ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഗുരുവായൂരിനടുത്ത് ഉള്ള സ്ഥലത്താണ്, തമ്പുരാമ്പടി എന്ന് പറയും. അവിടുന്ന് പൊന്നാനി ആൽത്തറ ഭാഗത്തേക്ക് പോണ റോട്ടിൽ നിന്ന് കുറച്ച് പോയാൽ മതി തമ്പുരാമ്പടി സെൻറ്ററിൽ. അവിടുന്ന് റൈറ്റ് സൈഡിന് സൊസൈറ്റി എന്ന് പറയും. അതിൻ്റെ ഇടയിലോട്ട് പോകുന്ന ഒരു പോക്കറ്റ് വഴി കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് കുറച്ച് ദൂരം കൊണ്ട് ഈ ചെറിയൊരു എന്താ പറയുക ബ്യൂട്ടിഫുൾ പ്ലേസിലേക്ക് എത്താൻ ഞാൻ മുമ്പ് ഇതിനെ പറ്റിയിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡെയിലി വീഡിയോസിൽ പെടുത്താൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ പച്ചപ്പും ഹരിതാവും. ഞാനേ ഒന്ന് റൗണ്ട് അടിച്ച് അവിടേക്ക് എത്തിക്കാൻ പറ്റും. അവിടെ ഇതാണ് ഞാൻ പറഞ്ഞ കുറച്ച് ഉള്ള ഏരിയ. അത്ര ഉള്ളൊന്നുമല്ല, ഇപ്പുറത്തെ സൈഡിൽ കണ്ടില്ലേ ലോഡ്ജിങ് അതൊക്കെ ഉണ്ട്. പക്ഷേ ഈ വഴി പോയി കഴിഞ്ഞാൽ വണ്ടി താന്നു പോകുന്ന സംശയമുണ്ട്. മുമ്പൊരിക്കലും ഞാൻ അതുവരെ ഈ വഴി വന്നിട്ട് പെട്ടുണ്ട്. അന്ന് ഈ തോട്ടിക്കൊണ്ടുള്ള വെള്ളം റോഡിനോട് ഒത്തു നിൽക്കുന്ന സെറ്റപ്പായിരുന്നു. ഇപ്പോൾ അത്രയ്ക്കായിട്ടില്ല. We crossed. ഈ വഴിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കോഴിമണ്ണിൻ്റെ റോഡും പിന്നെ തെങ്ങുകളും കൂടിയിട്ട് നൈസ് ആംബിയറും. പാടത്തിലൊക്കെ വെള്ളമുണ്ട്. നല്ലൊരു ആംഗിൾ കിട്ടുന്നില്ലല്ലോ. നമുക്ക് വേറൊരു വഴിയുണ്ട് ഇവിടെ തന്നെ, അവിടെ പോയി നോക്കാം. ഇവിടെ ഈ മുളങ്കാട് കണ്ട നൈസല്ലേ. ഇവിടെ നിന്നുള്ള വ്യൂ ഇവിടെ ആയിരിക്കും. ഇവിടെ വണ്ടി ഒതുക്കിയിട്ട് ഞാൻ കുറച്ച് ഷോർട്സ് എടുത്ത് കാണിച്ചു തരാം.
എന്നാലും എനിക്ക് ഇതിൻ്റെ ബ്യൂട്ടി മനസ്സിലാവുള്ളൂ. കാരണം ഇത് ഭയങ്കര ഒരു ഒന്നാമത് ഗോപ്രോ അല്ല, ഈ ആക്ഷൻ ക്യാമറയിലൊന്നും അങ്ങനെ അത്ര DSLR ആണെങ്കിൽ പൊളിച്ചിട്ട് എടുക്കാറുള്ളൂ. DSLR ഒന്നും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ഇതിലുള്ള വ്യൂ കാണിച്ചു തരാം. പശ അടിക്കുക ലാസ്റ്റ് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. അതാണ് വീട്ടിലെ പ്രശ്നം. There is a new way to enter that area. ഞാൻ കുറച്ച് ഷോർട്സ് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെയാണ് ഈ ഏരിയത്തെ കുറച്ച് ചെറിയ വിഷയമുള്ളൂ. ഇനി ഇവിടെ അപ്പുറത്തെ സൈഡിൽ വേറൊരു വ്യൂ ഉണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് കണ്ടിട്ട് പോവാം. ഇതുവഴിയുള്ള കാഴ്ചകൾ ഞാൻ എന്താ പറയുക ബൈക്കിൽ എടുത്ത് കാണിച്ചു തരുന്നില്ല, നടന്ന് കാണിച്ചു തരാം. ഈ എന്താ പറയുക ഒരു നാട്ടുവഴികളിലൂടെയുള്ള യാത്ര അങ്ങനെയൊക്കെ പറയാം. ബ്യൂട്ടിഫുൾ അല്ലേ? കേരളത്തിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി എടുത്ത് കാണിക്കുന്ന ചില ഏരിയാസാണ് ഇതൊക്കെ. മോർണിംഗ് റൈഡിലൊക്കെ പോകാൻ പറ്റിയ സ്ഥലങ്ങളാണ്. പഴയൊരു നാടൻ വഴിയൊക്കെ ഓർമ്മ വരുന്ന ടൈപ്പ് സ്ഥലം. തോട്, പാടം, നാട്ടുവഴി, നടപ്പാത, അതൊക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ്. ഇടയ്ക്ക് ഞാൻ അവിടെ വരാറുണ്ട്. ഈ ഏരിയ കുറച്ച് പീസ്ഫുൾ നൈസ് ഏരിയ ആണ്. ഇതുപോലെ കുറേ ബ്യൂട്ടിഫുൾ ആയ സ്ഥലങ്ങൾ കേരളത്തിൽ പലയിടത്തുണ്ട്. പക്ഷെ കുറേയൊക്കെ കയ്യേറി വീടുകളൊക്കെ പണിത് വൃത്തികേടാക്കിയിരിക്കുകയാണെന്ന് മാത്രം. ഈ തെങ്ങുമ്പോൾ പൂളും പാടും. മുമ്പ് ഞാൻ ഇതിനൊക്കെ ബൈക്ക് ഓടിച്ചപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിലേക്ക് എടുക്കുന്നുണ്ട് ഓൾറെഡി. നല്ല മഴയുള്ള ടൈമിലും മഴയില്ലാത്ത ടൈമിലും വേനൽക്കാലത്തും പോയി അതിൻ്റെ വീഡിയോ ഉണ്ട് നമ്മുടെ ചാനലിൽ എടുക്കുന്നുണ്ട് ഓൾറെഡി. അതുകൊണ്ടൊന്നുമില്ല ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാത്ത. അതിന് പോയി ഇങ്ങോട്ട് റിട്ടേൺ അടിക്കാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ടാണ് ഈ വഴി പോകാൻ ബൈക്ക് എടുക്കേണ്ടത് വിചാരിച്ചത്. ഈ റോഡ് അപ്പുറത്തേക്ക് ടച്ച് ചെയ്യുന്നുണ്ട് ഓൾറെഡി. കണ്ടില്ലേ വണ്ടി വന്നിട്ടില്ലേ? ഇതന്നെ വണ്ടിയൊക്കെ പോവും, ബൈക്ക് പോവും. അവിടെയൊക്കെ ബിൽഡിങ് വന്നു. മുമ്പ് അവിടെയൊക്കെ നല്ല പാടത്തിൻ്റെ ഏരിയ തന്നെ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു. ഇപ്പോൾ അത്രയുണ്ട് ഭംഗിയില്ല. ഇപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വീടുകളായി. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റൊരു വില്ലേജ് ഏരിയാസ് പോലെ ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങൾ. പക്ഷെ ഇത് അത്രയ്ക്ക് വില്ലേജ് ഏരിയ എന്ന് പറയാൻ പറ്റില്ല. കുറച്ചൊരു എന്താ പറയുക നമ്മുടെ നേച്ചർ ലവേഴ്സിനൊക്കെ പറ്റിയ സ്ഥലം അത്രമാത്രം. ഈ പച്ചപ്പ് ഹരിതവും ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. അവിടെ നിന്ന് ആരൊക്കെ വേണ്ടി. അപ്പം നമുക്ക് തിരിച്ച് റിട്ടേൺ നടക്കാം. ശരി, അപ്പോൾ നമുക്ക് ഇവിടുന്ന് വിടാം. വേണമെങ്കിൽ ഈ വഴി ഒന്ന് പോയിട്ട് അപ്പുറത്തോടെ പോവാം. എങ്ങനെ ഏരിയ വഴി എന്താ അവസ്ഥ എന്തൊക്കെയാണോ?
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഏതാളുടെ ആയാലും അവരവരുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസുകൾ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അതിന്റെ ബ്യൂട്ടി നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല, പുറമെയുള്ള ആൾക്കാർ വന്നാൽ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. ഇതിന്റെ ഇപ്പുറത്തെ സൈഡിലൊക്കെ വീടുകളായി. അപ്പോൾ ഇവിടെ പാടമുണ്ട്, ഈ സൈഡ് മാത്രം പാടം. അയ്യോ വഴി ഉണ്ടായോ, ഇവിടെ വെള്ളം നിറഞ്ഞിട്ടോ. ഈ ഇടവഴിയോട് ചേർന്ന് ഒഴുകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ കുറെ പേര് മീൻ പിടിക്കാനൊക്കെ വേണ്ടി പോകുന്നുണ്ടോ. നല്ലൊരു ഇരിപ്പിടമുണ്ട് അവിടെ. ഈ ഏരിയ നൈസാണോ? നൈസ്, വെരി നൈസ്. നമ്മൾ ആ വഴി എങ്ങനെ എത്തും നോക്കാം. അമ്മേ അതിൽ വയ്ക്കാനുള്ളൂ. അവിടെ കുറെ പേര് മീൻ പിടിക്കുന്നുണ്ട്. നമുക്ക് മെല്ലെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കാം. ഇത് സ്ഥലം പാലേമാവ് പള്ളി, മുസ്ലിം പള്ളി. അപ്പൊ അതൊക്കെയാണ് ഇന്ന് രാവിലത്തെ കാഴ്ചകള്. പാലേമാവ് പള്ളി. ഈ വഴിക്ക് ചെറുപ്പത്തിൽ വന്നല്ലോ. മുമ്പ് സൈക്കിളൊക്കെ എടുത്ത് ടീമും ഇറങ്ങണ റൈഡാണ് സ്ഥലങ്ങളാണ് ഇതൊക്കെ. പച്ചപ്പും ഹരിതമുള്ള സ്ഥലമൊക്കെ അങ്ങനെ തന്നെ. അയ്യോ ഇവിടെ നിറച്ച് വീടായി. ഓക്കേ, ഏരിയ ഫുൾ ബുക്ക്ഡ്. പ്രൈവറ്റ് വഴിയാണോ ഇത്? പ്രൈവറ്റ് വഴിയാണോ? ഇപ്പൊ നമുക്ക് തിരിച്ച് വന്ന വഴി തന്നെ പോവാം. നമ്മൾ ചെറിയ ഹൈവേയിലെത്തിണ്ട്. ഇവിടെ നല്ല സ്ഥലമുണ്ട്, കാണിച്ചു തരാം. കോസ്റ്റ് റോഡ്. ഇവിടെ സാധാരണ നമ്മള് ബൈക്കിന്റെ റിവ്യൂസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് റിവ്യൂസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. ഞാൻ അങ്ങനെയാണ് അതിനെ കണ്ടുവച്ചുള്ളത്. മുമ്പൊരു എക്സ്പീരിയൻസ് റിവ്യൂ ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട്. ബജാജ് ചാതക്കിന്റെ മറ്റേ EV അതിന്റെ ഒരു എക്സ്പീരിയൻസ് റിവ്യൂ ഇവിടെ വെച്ചിട്ടെടുത്തുള്ളൂ. ഇവിടെയല്ല, ഈ വഴി പോയിട്ടൊരു സ്ഥലമുണ്ട്. ഏകദേശം കുർക്കാസപടി എന്താ പറയുക, കുർക്കാസപടി തൊയ്യൂര് ഏരിയയാണ്. സുനാനേനറ. ഇന്നൊരു മഴ ദിവസമാണ്. മഴ ദിവസമാണ് ഗൈസ്. നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ചെറിയൊരു ഗവൺമെന്റിന്റെ ഒരു ചെറിയ തട്ടിപ്പൊളിപ്പൻ പരിപാടി എന്ന് പറഞ്ഞ പോലെ ആ സെറ്റപ്പാണ്. അതിന്റെ എൻട്രി കണ്ടില്ലേ? ഇവിടെ ഒരു പൂട്ടിക്കിടക്കുന്ന ഒരു ഇതുണ്ട്. മറ്റേ റോഡൊക്കെ കുണ്ടും കുഴിയായിട്ട് കണ്ടില്ലേ? പണിതിട്ട് അധികമായിട്ടില്ല. നമുക്ക് നല്ല വെൽക്കമിങ് സ്മെല്ലാണ്. മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽക്കമിങ് സ്മെൽ. ആരൊക്കെ ഇവിടെ പറഞ്ഞ് വേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. എങ്ങനെയുണ്ട് സ്ഥലം? ഫുട്പാത്തിലേറെ മറ്റേ ചെടികൾ വെച്ചുള്ള നടക്കാൻ പറ്റില്ല, അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. പിന്നെ രണ്ട് സൈഡും പാടാണ്. അത് കൃഷിക്ക് വേണ്ടിയിട്ട് ഉള്ള അതിൻ്റെ എന്താ പറയുക
ട്രാക്ടറൊക്കെ ഇറങ്ങാനുള്ള സെറ്റപ്പാണ്. പക്ഷെ അത് തടസ്സം പോലെ വെച്ചിട്ടുണ്ടല്ലോ, ട്രാക്ടർ ഇറങ്ങാൻ പറ്റില്ല. അല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഫോട്ടോഷൂട്ടും എൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം നമുക്ക്. രണ്ട് സൈഡ് പാടവും മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഫുട്പാത്തിൽ കൂടെ നടക്കാൻ പറ്റില്ല. അത് വെറുതെ ഭംഗിക്ക് അതിൻ്റെ മുകളിൽ തന്നെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ഇവിടെ ആൾക്കാർക്ക് ചില്ല് ഔട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഈവനിങ്ങിൽ. എന്താണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ. അതായത് അങ്ങനെ റോഡ് പോകുന്നുണ്ട്, പക്ഷെ അവിടെ വെള്ളം കയറിയിട്ട് തോന്നുന്നു. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്ത സ്ഥലം, കുഴപ്പമില്ലാത്ത സെറ്റപ്പ്, നല്ല രീതിയിൽ ഭംഗിയിൽ വർക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് റോഡ് കുറച്ചുകൂടി നല്ല രീതിയിൽ അറിയേണ്ടതായിട്ടുണ്ട്. റോഡ് ഡ്രൈനിങ് സെറ്റപ്പ് ഒന്നും ശരിക്കും മഴ വർക്കിംഗ് അല്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ 9122 സബ്സ്ക്രൈബേഴ്സായിട്ട് നിൽക്കുകയാണ്. നിങ്ങളെല്ലാം സഹകരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കവർ ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം എന്ന് അഭ്യർത്ഥിക്കുന്നു. കുറച്ചുകൂടി അടിപൊളി വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡെയിലി വ്ളോഗ് എന്താ പറയുക ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. കുറച്ച് ബീറോളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഇവിടെ തന്നെ വേറൊരു ഷോട്ടുണ്ട്. ഷോട്ട് മീൻസ് ഇത്ര വൃത്തിയൊന്നുമില്ല, മിക്കവാറും അതൊരു ഓഫ് റോഡ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം മഴ ആയതുകൊണ്ട് വെള്ളം കയറിയിട്ടുണ്ടാവും. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ വഴി. ഇവിടെ ആകെ കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ് ഗൈസ്. റോഡൊക്കെ പൊളിഞ്ഞ് എത്രത്തോളം താഴ്ചയൊന്നും അറിയില്ല. വണ്ടി ഓഫായി. Guys, this is horrible. റോഡാകെ കൊണ്ടും അതിൻ്റെ അമ്മേ. അവിടെ ബൈക്ക് പോകണ കാണണ്ടാണോ നിങ്ങൾക്ക്? നല്ല താഴ്ച ഉണ്ട്. വളരെ സാഹസികമായി നമ്മളത് കവർ ചെയ്തിരിക്കുന്നു. ശരിക്കും നല്ലൊരു വ്യൂ ആട്ടാ ഈ മരം, ആ റോഡ്. നമ്മൾ വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് ഉള്ള എൻട്രൻസ് ആണ് തോന്നുന്നത്. അതിലൊരു സന്തോഷമുണ്ട്. നമ്മൾ വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തേക്ക് കിടക്കുമ്പോൾ റോഡ് അടിപൊളിയായി. അപ്പൊ ഗുരുവായൂർ നഗരസഭയിലാണ് അത് നമ്മൾ കരുതാൻ. ഇത് നല്ല റോഡായുണ്ട്. നമുക്ക് തിരിഞ്ഞ് അപ്പുറത്തേക്ക് തന്നെ പോവാം. നല്ലൊരു മഴയ്ക്കുള്ള ചാൻസ് കാണുന്നുണ്ട്.
ഇവിടെ വെള്ളം ഓൾറെഡി ഫുള്ളായിട്ടോ. റോഡിൻ്റെ അരിക്കത്തിൽ ഇങ്ങനെ നല്ല മഴ കൂടി പെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ളാവും ഓൾമോസ്റ്റ്. പാടം കരകവിഞ്ഞ് ഒഴുകിന്ന് പറഞ്ഞ പോലെ പോലും. എന്തായാലും ഇപ്പോൾ നമ്മളിപ്പോൾ 2 സ്ഥലങ്ങൾ കവർ ചെയ്തു. കറക്റ്റ് അതിർത്തിയിൽ റോഡ് പൊളിഞ്ഞെടുക്കുന്നല്ലേ. തിരിച്ചങ്ങോട്ട് പോവാം. ശരിയാണ്, ശരി. ബൈക്ക് മറിയാനുള്ള ചാൻസ് കൂടുതലാണ്. അവിടെ നല്ല താഴ്ചയുണ്ട്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഇന്നത്തെ മോർണിംഗ് റൈഡ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അടുത്തുള്ള കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലം. ഇവിടെ നല്ല ബൈക്ക് റിവ്യൂസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. വണ്ടി വന്ന് സെയില്. പക്ഷെ ഇപ്പോൾ മഴക്കാലം കൊണ്ട് വെള്ളം കയറി നശിച്ചുണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്താ പറയുക, സപ്പോർട്ട് ചെയ്യാം. Stay tuned, stay with me, take care, bye. ഉദ്ഘാടനം ചെയ്ത MB രാജേഷ്, സുരേഷ് ഗോപി വന്നുണ്ട്. ഗുരുവായൂർ സൈഡ് വരുന്നത് വയോ പാർക്ക്. റോഡ് കൂടി സെറ്റാക്കാണ്ട് ഇവിടെ. ഫുട്പാത്ത് ഒന്നും വെച്ച് കയറില്ലല്ലോ, റോഡ് കൂടി ശരിയാക്കണ്ടേ. അപ്പോൾ ശരി ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ഓക്കെ, ബൈ ബൈ.